ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ വിശുദ്ധിയോടെ ഈ ദിവസത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. എല്ലാവരും നോമ്പനുഷ്ഠിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തെ മാറ്റിവെക്കുവാനും ഈ നോമ്പിൽ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നോമ്പ് അനുഷ്ഠാനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ അതിൻ്റെ മൂല്യത്തിനുമൊക്കെയുള്ള വില കുറച്ച് കാണിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കള് പലപ്പോഴും നോമ്പ് അനുഷ്ഠാനങ്ങളോടൊക്കെ എന്തിനാ ഇതിൻ്റെ ആവശ്യം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നീങ്ങിപ്പോകുന്നത് പലപ്പോഴും കാണുവാനായിട്ട് ഇടമായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്രകാരമുള്ള നോമ്പനുഷ്ഠാനങ്ങളും പ്രാർത്ഥനയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ നാശത്തിന് കാരണമാകുമെന്നും ഇന്ന് സമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ടായിരിക്കുന്ന പല നാശത്തിൻ്റെയും കാരണം അതാണ് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരൊക്കെ ഏറെ പ്രാധാന്യത്തോടുകൂടെ എടുത്തിരുന്ന ഒന്നാണ് നോമ്പ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം, അതാണ് യഥാർത്ഥ നോമ്പ് കാലം എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ പലതും മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ പലതും മാറ്റിവെക്കുവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ചര്യകളിൽ നമ്മൾ പല കാര്യങ്ങളിൽ ലോകത്തിൻ്റെതായിട്ടുള്ള പല വഴികളിലൂടെയും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ഈ നോമ്പനുഷ്ഠാന ദിനങ്ങളിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്രകാരം യഥാർത്ഥമായിട്ടുള്ള ഒരു നോമ്പനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ നടത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ സാധ്യമല്ല. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പലരും പറയാവുന്നത് കേൾക്കാറുണ്ട്, 1, 2, 3 ദിവസങ്ങൾ അല്ലെങ്കിൽ 10 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുവാൻ സാധിക്കുന്നുള്ളൂ. അതിനുശേഷം അറിയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്തു പോവുകയാണ്, അറിയാതെ തന്നെ ചിലത് ഭക്ഷിക്കുകയാണ്, അറിയാതെ തന്നെ ചിലത് പറയുകയാണ്, അറിയാതെ തന്നെ ചിലത് ചെയ്യുക, അങ്ങനെ പലരും പറയാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, നോമ്പനുഷ്ഠാനം എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് ദൈവത്തോട് നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതായതുകൊണ്ട് തന്നെ പിശാച് നമ്മളെ ഏറെ പരീക്ഷിക്കും. പിശാച നമ്മളെ ഈ നോമ്പനുഷ്ഠാനത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് ഏറെ പരിശ്രമിക്കും. അപ്പോൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായൊരു ശക്തി നമുക്ക് ആവശ്യം, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന്. 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മരുഭൂമിയിൽ കഴിയുന്നതിന് ഈശോയെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ പരിശുദ്ധാത്മാവിനെ ആകർഷിക്കപ്പെടാതെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെയും ആർക്കും നോമ്പനുഷ്ഠിച്ച് ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധ്യമല്ല. ആരിലാണോ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിർവീര്യമാക്കപ്പെടുന്നത് അവർക്ക് നോമ്പനുഷ്ഠിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാത്തവർക്ക് നോമ്പനുഷ്ഠാനം തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പനുഷ്ഠാനം എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം പിശാച് എത്രമാത്രം നീ ദൈവത്തോട് അടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു അത്രമാത്രം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കും.
അത്രമാത്രം നിന്നെ പ്രതിസന്ധികളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും, പ്രലോഭനങ്ങളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഈ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന് ശക്തി നിനക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പിന്റെ ഈ 2ാമത്തെ ദിനത്തിൽ നീ പ്രാർത്ഥിക്കേണ്ടത് ഈ നോമ്പനുഷ്ഠാനം അതിന്റെ പൂർണ്ണതയിൽ ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമെന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ നിറയുന്നതിന് വേണ്ടി ഈ ദിവസത്തെ സകല കാര്യങ്ങളിലും, തുടർന്നുള്ള എല്ലാ ദിവസത്തെ സകല കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നിന്നിൽ ജ്വലിച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ശക്തി നിന്നിൽ നിറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തെ പ്രലോഭനത്തിൽ നിന്നും തിന്മയിൽ നിന്നും അകറ്റി കൂടുതൽ ഈശോയോട് ചേർത്ത് നിർത്തിക്കൊള്ളും. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയണമേ. മരുഭൂമിയിലേക്ക് ഈശോയെ നയിച്ച ആത്മാവേ ഈ മക്കളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവെ നിറയണമേ. ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ട് ഇവരുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും വീഴ്ചയിൽ നിന്നും ഇവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയും ഇവരുടെ മേലേശാതെ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവെ ഇവരിൽ കത്തി ജ്വലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.